വർക്ക് വീസയ്ക്ക് എന്ന പേരിൽ മലയാളികളിൽ നിന്നുൾപ്പെടെ 3 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി പരാതി. മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എയ്റോൺ ഓവർസീസ് എന്ന കമ്പനിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 130ഓളം ആളുകൾക്ക് പണം നഷ്ടമായതായി കോഴിക്കോട് സ്വദേശിയും തട്ടിപ്പിനിരയുമായ അനുരാഗ് പറയുന്നു. ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അനുരാഗിന്റെ എത്ര പൈസയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? എപ്പോഴായിരുന്നു ഈ സ്ഥാപനവുമായിട്ട് അനുരാഗ് ബന്ധപ്പെടുന്നത്? ഞാൻ ഏകദേശം 2024 ജൂലൈയിലാണ് അതിൽ ബന്ധപ്പെടുന്നത്. ഞാൻ ലക്സംബർഗിലേക്കാണ് അപ്ലൈ ചെയ്തത്, യൂറോപ്പിൽ. അപ്പോൾ അവിടേക്ക് 3.5 ലക്ഷത്തോളം രൂപയാണ് എനിക്ക് മൊത്തം പോയത്. അത് ഓരോ സ്റ്റേജിലായിരുന്നു അവർ ഓരോന്ന് വാങ്ങിയിരുന്നത്. ഓരോ എമൗണ്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ഓരോ പേപ്പേഴ്സ് റെഡിയാക്കുക, അങ്ങനെയായിരുന്നു അവരുടെ രീതി. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾ കൺവിൻസ്ഡ് ആയത്. പക്ഷെ ഞാൻ ആദ്യം ബന്ധപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കണ്ടിട്ട്, എയ്റോൺ ഓവർസീസ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു പേജ്. അതിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ഉണ്ടായിരുന്നു അതിൽ. പിന്നീട് ഞാൻ എൻ്റെ മുംബൈയിൽ വഴിയുള്ള പരിചയക്കാർ ബന്ധുക്കൾ വഴി അന്വേഷിച്ചപ്പോൾ ഒരു ഓഫീസ് ഓപ്പൺ ആണെന്നും അറിഞ്ഞ അവിടെ. അപ്പോൾ അതോടെയാണ് ഞാനത് അന്വേഷിച്ചത്. അവിടെ പോയിട്ടാണോ പൈസ കൊടുത്തത്? അവിടെ പോകാൻ പറ്റിയിട്ടില്ല. എല്ലാം ബാങ്കിങ് വഴിയായിരുന്നു ഇടപാട്. എല്ലാത്തിനും അവർ റെസീറ്റും തന്നിട്ടുണ്ട്. എപ്പോഴാണ് അവരുമായിട്ട് അവസാനമായിട്ട് കോൺടാക്ട് ചെയ്തത്, അല്ലെങ്കിൽ പറ്റിക്കപ്പെടുകയാണെന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? ലാസ്റ്റ് കോൺടാക്ട് ഇപ്പോൾ ഇവരുമായിട്ട് വന്നത് ഏകദേശം മാർച്ചിലാണ്. ഏകദേശം സമയത്താണ് ഞാൻ എൻ്റെ കറണ്ട് ജോബും ലെഫ്റ്റ് ചെയ്തത്. അപ്പോൾ അവർ 5 മാസത്തിനുള്ളിൽ പ്രോമിസിങ് പറഞ്ഞിട്ടും ഈ അത്രയും സമയമായിട്ട് ഒന്നും നടക്കാണ്ടായപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് വരാൻ തുടങ്ങിയത്. പിന്നീടാണ് ഇവരെ പറ്റി ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നത്. എനിക്കൊരു ഏജന്റിന് അസൈൻ ആയിട്ടുണ്ടായിരുന്നു, അക്ഷയ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളൊരു മലയാളിയായിരുന്നു. അപ്പോൾ പിന്നീട് പെട്ടെന്ന് അയാൾ റിസൈൻ ചെയ്തു. പിന്നീട് സൈദ് എന്ന് പറയുന്ന ഒരു ബോംബെ ബേസ്ഡ് ഹിന്ദി മാത്രം പറയുന്ന ഒരാൾ എൻ്റെ ആളായിട്ട് അസൈൻഡ് ആയി. പിന്നീട് റീസെൻ്റ്ലി ഒരു 2 മാസം മുന്നേ ഇവരുടെ എല്ലാ ഏജൻസിൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ആവുക. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഇവരുടെ മെയിൻ നമ്പർ ഉണ്ടാവില്ല ഈ ഓവർസീസിൻ്റെ, അത് ഇതിൻ്റെ MD-ന്റെ നമ്പറായിരുന്നു, അമൻ ഷെയ്ഖ് കമൽ മിയ എന്ന് പറയും. അപ്പോൾ അയാളായിരുന്നു പിന്നീട് ലാസ്റ്റ് ഞങ്ങളായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നത്, വാട്സപ്പ് മാത്രം. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അയാൾ പറയും അയാൾ ഈ സ്പെയിനിലോ മറ്റോ ആണ്, വാട്സപ്പ് വെബ് ആണ്. അയാൾ ഇപ്പോഴും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇല്ല, ആ നമ്പർ ഇപ്പം സ്വിച്ച്, അതും ഇപ്പം മൊത്തത്തിൽ വാട്സപ്പ് ഒന്നും കിട്ടുന്നില്ല. ഈ അക്ഷയ് റിസൈൻ ചെയ്തു പറഞ്ഞല്ലോ, അക്ഷയമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും? ഇല്ല, എല്ലാ നമ്പറും സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു 130ഓളം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു കണക്ട് ചെയ്തൊരു കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഈ 130 ആളുകൾ കൂടി സ്വീകരിച്ച് പരാജയം മറ്റോ കൊടുത്തിട്ടുണ്ടോ? അവർ 39 പേര്, മലാഡ് വെസ്റ്റാണ് ഈ സ്ഥാപനം. അപ്പോൾ അവിടെയുള്ള 39 പേര് പോയിട്ട് മലാഡ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയിരുന്നു. ആദ്യം 5-6 ആളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടുന്ന് പോലീസ് അവരെ വരട്ടി വിടുന്ന വരെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവർ ആദ്യം സംശയിച്ച് അവിടെയുള്ള കുറേ പോലീസിന് വല്ല എമൗണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് വരെ ആദ്യം സംശയിച്ചു. പിന്നീട് കുറേ പേര് ഹയർ അതോറിറ്റി വഴി ബന്ധപ്പെട്ടപ്പോൾ 39 പേര് ഒരുമിച്ച് പോയപ്പോൾ അവർ കംപ്ലയിൻറ്റ് എടുക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു. കേരളത്തിൽ ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. 2 മലയാളീസ്, അവർ മുംബൈ ബേസ്ഡ് ആണ് പണ്ട് തൊട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയത്. പക്ഷെ അവർ ആ 39 പേരിൽ FIR-ൽ നിങ്ങളും ചേരാൻ പറ്റുമോ നോക്കൂ, അത് നടന്നിട്ടില്ലെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 130 ആളുകളുടേതായിട്ട് എത്ര രൂപ, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലാണല്ലോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്, എത്ര രൂപയോളം മൊത്തം നഷ്ടമായിട്ടുണ്ടാവും? 3-4 കോടിയോളം പോയിട്ടുണ്ട് 130 ആളുമായിട്ട്. വലിയ തുകയാണ് ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അനുരാഗിന് മാത്രം 3.5 ലക്ഷത്തോളം രൂപ നഷ്ടമായിരിക്കുന്നു. 130 ആളുകൾ ഇവരുടെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. 3 കോടി മുതൽ 4 കോടിയോളം രൂപ ഇത്ര 130 ആളുകളിൽ നിന്നും തട്ടിയതായും മനസ്സിലാക്കുന്നു. എന്തായാലും മുംബൈയിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ആളുകളൊക്കെ ആ പരാതിയുടെ ഭാഗമാകാനുള്ള ആലോചനയിലാണ്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.